നീ ഇനി സിനിമയിലൊക്കെ ഇറങ്ങി കയ്യിലുള്ള കാശൊന്നും കളയാനൊന്നും നിൽക്കണ്ട. ഉള്ളതുകൊണ്ടൊക്കെ ജീവിച്ചാൽ അമ്മ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ കാശ് ഇങ്ങോട്ടേക്ക് കിട്ടുന്നത്. ഇവിടെ ഇപ്പൊ അതിന്റെ ഒരു കുറവുണ്ട്. എടാ പ്രിയ, നിന്റെ ഹോമിയോ കൊണ്ട് വാഴയുടെ കൂമ്പടപ്പെല്ലാം മാറി. നല്ല എഫക്റ്റാ. അച്ഛന്റെ കാലം എങ്ങനെയുണ്ട്? അതൊന്നും പറയണ്ട. ഇവിടെ ഒരുത്തിയെ ഞാൻ കുഴമ്പ് വാങ്ങിക്കാൻ പറഞ്ഞു വിട്ട്. അപ്പൊ അവള് ഓടിച്ചെന്ന് കയറിയതേ തൊട്ടപ്പുറത്തുള്ള ബാറില്. ഇപ്പൊ അപ്പുറത്തെ രാഘവനാര് ചോദിക്കാ ടീച്ചറിനെ വിട്ടാണോ സ്മോള് വാങ്ങിക്കണേന്ന്. ഒരബദ്ധം പറ്റിയിട്ടില്ലാത്ത ഒരാള്. അത് വേറെ എന്തെങ്കിലും ചിന്തിച്ച് അറിയാതെ ഓടിക്കേറിയായിരിക്കും അച്ഛാ. ആ വെപ്രാള സ്വഭാവം തന്നെ നിനക്കും കിട്ടിയിട്ടുണ്ട്. നീ വരുമ്പോ നീനെ മോളെയും കൊണ്ടുവരായിരുന്നില്ലേ? അമ്മ അവക്ക് ഈ പശുവിന്റെ മൈക്കോന്റെ സ്മെൽ അലർജിയാണ്. അതെന്താടാ, അവളും പശുവും പാല് കുടിച്ചല്ലേ വളർന്നത്. ഓരോരോ പരിഷ്കാരങ്ങളുണ്ടാകും. നീ പറയുന്ന കേട്ട് ഫ്ലാറ്റിലേക്ക് വരാൻ ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഒന്ന് സമ്മതിപ്പിച്ചത്. ഇനിയിപ്പൊ ഇതും പറഞ്ഞ് വരാതാവും. അടുത്ത മഴയ്ക്ക് ഇവിടെ വെള്ളം കയറിയാലുണ്ടല്ലോ, അവിടെ സ്ഥിരതാമസാക്കേ നിവൃത്തിയുള്ളൂ. നിങ്ങൾക്ക് എന്നാ അങ്ങോട്ടേക്ക് വരാൻ സൗകര്യം? ഫ്ലാറ്റിലോട്ട് വരാൻ 13-ാം തീയതി നല്ല ദിവസം എന്ന് തിരുമേനി പറഞ്ഞു. 13ഓ? അതെന്താ നിനക്ക് 13 പ്രശ്നം? ഇല്ല, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ രാവിലെ തന്നെ വന്ന് പിക്ക് ചെയ്തോളാം. ഡിക്കൊന്നും തുറന്നടാ. ഇതെന്തോന്നാടാ, സൂപ്പർ മാർക്കറ്റ് അല്ല, കുറച്ച് അത്യാവശ്യ സാധനം. രാസഫലമില്ലാത്ത കൊലയാ. കൊണ്ടുപോയി പിള്ളേർക്ക് കൊടു. അമ്മ ചായ വെച്ച് കുടിച്ചില്ലല്ലോ. മതി, പോയിട്ട് വരാം. ചേക്കുട്ടനവിടെ? അവിടെ ഉണ്ട്. നീ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ട് അവൻ രക്ഷപ്പെട്ടാ? എടാ നീയല്ല വേറെ ആരെങ്കിലും അവനിങ്ങനെ നോക്കോടാ. അല്ല അത് മണിമാൻ മരിക്കുന്നതിന് മുമ്പ് കൂട്ടേനെ നമ്മൾ സൂക്ഷിക്കണം എന്നല്ലേ പറഞ്ഞേ? എടാ സൂക്ഷിച്ചോണോന്നല്ല, സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ജോലി കിട്ടി ആൾക്ക് ഉത്തരവാദിത്വമൊക്കെ ആള് നന്നായി. പൊളിക്കോ ഇത്? ഒന്ന് പറഞ്ഞേ. ഞാനോ? പെട്രോൾ അടിക്കണേ മതി. എന്നെ പണിക്ക് നിർത്തിയിട്ട് ഇയാള് വീട്ടിൽ പോകുന്ന എന്ത് ജോലിക്ക് ഒരു സമയമുണ്ടല്ലോ, എനിക്കത് കൃത്യമായിട്ട് അറിയണം. വർക്കിംഗ് ടൈം അല്ലാതെ ഈ ഫ്ലെക്സിബിൾ എന്ന പരിപാടി നടക്കില്ല. ഹലോ, ഇവിടെ ഇങ്ങനെയാണ്. അതിനൊക്കെയാണ് നിനക്ക് ഈ അക്കോമഡേഷനും ഫെസിലിറ്റീസും ഒക്കെ തന്നിരിക്കുന്നത്, മനസ്സിലായോ? പിന്നെ ഫെസിലിറ്റീസ് ഈ തീപ്പെട്ടിക്കൂട്ട് സെറ്റപ്പിൽ തിങ്ങി ഞെരുങ്ങി ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല പോയി. ഓ തമ്പുരാനെ, ഞാൻ അങ്ങോട്ട് വന്ന് ക്ഷണിച്ചൊന്നും അല്ലല്ലോ. ആ ഡോക്ടർ പ്രിയൻ എൻ്റെ ഒരു കൂട്ടുകാരനായി പോയി. തനിക്കേ സൗകര്യമുണ്ടെങ്കിൽ മാത്രം ഇവിടെ വർക്ക് ചെയ്താൽ മതി, മനസ്സിലായോ? അതെല്ലാം ഞാൻ എപ്പോഴും തീരുമാനിച്ച്. പിന്നെ ഒരു കാര്യം, ചൂഷണം എല്ലാ കാലവും നടക്കുമെന്ന് ഇയാളെ വ്യാമോഹിക്കുന്നു. നിന്ന് ഡയലോഗ് അടിക്കാതെ ഇറങ്ങി പോടാ. പോടാന്നാ? പോടാ. മുതലാളി തൊഴിലാളിനെ എടാന്നാ? ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വിളിച്ചോക്കടോ. എടാ ഇറങ്ങി പോടാ. എൻ്റെ കേസൊന്നും ഞാൻ അറിയുന്നിട്ടില്ല. കാര്യം അറിഞ്ഞിട്ട് ചെയ്യാന്ന് കരുതിയാ നിങ്ങളെ വിളിപ്പിച്ച. ആദ്യം തീവ്രവാദിയാന്നാ കരുതിയ. പിന്നെ ഞാൻ ചോദിച്ചപ്പം നിങ്ങളുടെ ബ്രദറാന്നോ പറഞ്ഞു. എൻ്റെ കസിനാണ് സർ. അതെ, ഈ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ആളെ വീട്ടിലെടുത്തണം. അല്ലാതെ നാട്ടുകാർക്കും പോലീസുകാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പുറത്തേക്ക് ഇറക്കി വിടരുത്. ആർക്കാണ് സാർ തലയ്ക്ക് സ്ഥിരതയില്ലാത്തത്? സാർ ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്ന് സാർ പറയണം. സാർ ഒരു കാര്യം ചെയ്യൂ, എൻ്റെ പേര് കേസ് രജിസ്റ്റർ ചെയ്യും, ഞാൻ കോടതി വായിച്ചോളാം. ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്ന് എനിക്കറിയണം. ദാറ്റ്സ് ഓൾ. കണ്ടോ, ഇതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ പ്രശ്നം. ഒരു മിനിറ്റ്, ചേട്ടൻ വന്നേ. എന്നെ അറസ്റ്റ് ചെയ്യാൻ പറയും, ഞാൻ കോടതി വായിച്ചോളാം. ചേട്ടൻ ഇവിടെ ഇരുന്നേ. സാർ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാൻ ഞാൻ നോക്കിക്കോളാം. താങ്കളുടെ ഉത്തരവാദിത്തത്തിന് ഞാൻ വിടാം. ആ അഡ്രസ്സും എല്ലാ കാര്യങ്ങളും ഒന്ന് എഴുതി കൊടുക്കും. മറ്റേ സാധനത്തിന് കൊണ്ട് വിട്ടുപോയി. പ്രിയൻ സാർ വന്നു. നീ ഇങ്ങോട്ട് വന്നേ. അതെടുത്തു. നല്ല വിശപ്പ്, കുഴിമന്തി കിട്ടുമോ? ബ്രേക്ക്ഫാസ്റ്റിനോ? എന്താ കുഴപ്പം? എന്റെ കാര്യം. ഏത് കാര്യം? അല്ല, ഇവളുടെ കാര്യം. ഇവളുടെ എന്ത് കാര്യം? ഇവൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട്? അല്ല, സാറ് സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതുന്നു കേട്ടു. ആര് പറഞ്ഞു? നമ്മുടെ പ്രിൻസ് പറഞ്ഞു. സാറേ എന്തേലും ഒന്ന്. എടി നീ ഇതല്ലോടാ തടിയൻ്റെ കൊടുത്തി. എന്നിട്ട് ഫോൺ ചെയ്ത് വെച്ചേക്കുന്നൊക്കെ ഒന്ന് കാണിച്ചേ സാറിനെ. എന്താണത്? നീ നാടകത്തിലല്ലേ എഴുതിക്കൊണ്ടിരുന്നത്? സിനിമയിലെ പക്ഷേ തനിക്ക് കിട്ടിയ സൗഭാഗ്യത്തെ പറ്റി പറഞ്ഞ് നാദിരി എന്നെ കളിയാക്കിയപ്പോ അതാണ് എന്നെ ഭ്രാന്തിയാക്കിയത്, എന്നെ ദുഷ്ടയാക്കിയത്. യാ അല്ലാഹ്.
എങ്ങനെയുണ്ട്? നല്ലല്ലേ? എപ്പോഴും തന്നെ പരിപാടി. ആ. കൊള്ളാം, നല്ലതായിരുന്നു. ഇവക്ക് ഒരു ചാൻസ് കൊടുക്കണേ സാറേ. എന്തെങ്കിലും ചെയ്യാം, നമുക്ക് മറക്കല്ലേ? പറയാം. എന്തിന് ഈ കൊച്ചിന്റെ മുഖത്തൊന്നും വരുന്നില്ല ഏട്ടാ. ചേട്ടാ വേറെ എന്തെങ്കിലും പണിക്ക് വെച്ചാൽ ആരെങ്കിലും അഭിനയിക്കുക, അതിനനുസരിച്ച് ചുണ്ടനക്കുക. ഇതെന്റെ ഒരു ഇതാണ് ബന്ധു. അഭിനയം. ഓ ഞാനോ? വാ വാട്ടാ കുഴിമന്തി മേടിച്ചേരാം. അയാൾ എന്തെങ്കിലും പാല് കൊണ്ട് കൊടുക്കും. അല്ല പാല് കൈ വെച്ചത് എന്തിന്? ചിലപ്പോ കറവക്കാരനാന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ചേട്ടാ? ചേട്ടൻ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരാം. ഓ ഇതാരായി താടികരൻ നരേന്ദ്രപ്രസാദ? അല്ല ഏട്ടാ, ഇത് നീനയുടെ സ്പിരിച്വൽ ഗുരുവാണ്. അല്ല നിങ്ങൾ ഇപ്പോൾ ആളുടെ വെച്ച് ചോദിക്കണം. അല്ല ഏട്ടാ, അല്ല നിങ്ങൾ ഏത് തൊട്ടല്ലേ ചേട്ടൻ പോയിട്ടൊന്ന് fresh ആയിട്ട് മനസ്സിലാക്കി കൊടുക്കുകയാണ്. മനസ്സിലാക്കാം. എന്തായാലും ഈ യുവതലമുറ എന്താ ഇങ്ങനെ? അതെ, എന്താണ്? പുള്ളി 2 ദിവസം കൂടെ കാണും. നീ കൊച്ചിൻ്റെ അടുത്ത് നമ്മുടെ റൂമിലേക്ക് മാറ്റിയിട്ട്. നിങ്ങൾ പോയപ്പോഴേ എനിക്കറിയായിരുന്നു കൊച്ചിനെ ഞാൻ അടുത്ത് മാറ്റി കടത്തിയിട്ടുണ്ട്. വെരി ഗുഡ്, ഗുഡ് വൈഫ്. അല്ല എന്താ പരിപാടി? അല്ല, കൊച്ചിനെ മാറ്റി കിടത്തി സ്ഥിതിക്ക് എന്ത് പരിപാടി? അതല്ല, ഇതെന്താ പരിപാടി എന്ന് ചോദിച്ചത്. ഇത് പുതിയൊരു ജോലി കിട്ടുന്നവരെ പുള്ളി നമ്മുടെ കൂടെ ആയിരിക്കും. പുതിയ ജോലിയോ? അപ്പൊ പഴയ ജോലി പോയോ? പോയി. എത്ര ദിവസം ഉണ്ടാവും എന്തോ. അതെ, അമ്മായിക്ക് പറയുന്നു നോക്കണം. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യണ്ടേ? നീ എന്തേ പറയുന്നു? താങ്ങാൻ ഒരാളുള്ളോണ്ടാ നന്നാവത്തെ. താങ്ങിക്കൊണ്ടാടുന്നോ തീരുമാനമായിക്കോളൂ. അല്ല അങ്ങനെ പറയല്ലേ. ദേഹല്ലേ നീ പോലെ ഷാമ്പു ചെയ്തില്ലേ? ഷാമ്പൂ ഒക്കെ ചെയ്തു. ആണോ? കളറൊക്കെ ചെയ്യണോട്ടെ. ഇപ്പോഴത്തെ പെൺപിള്ളേർ കളർ ചെയ്ത് അടിപൊളിയായിട്ട്. ഞാൻ കളർ ചെയ്തിട്ട് ഒരാഴ്ചയായി. അവിടെ താളി ഉണ്ടോ? താളി 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 ഉണ്ടോ? താളി താളി ഇല്ലാന്ന് തോന്നുന്നുണ്ട്. എണ്ണ 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 ആട്ടിയതായിരിക്കും. പയറുപൊടി ഉണ്ടോ? ഇല്ല. പയറുപൊടി ഇല്ല. ലാസ്റ്റ് പിടിയോ? ചേട്ടൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി തരൂ. അതെ. താനിങ്ങനെ ഇമോഷണൽ ആകല്ലേ. ശ്രീജിത്ത് ഇത്ര ഓർത്തഡോക്സ് ആണെന്ന് ഞാൻ കരുതിയില്ല. ഇപ്പൊ ഒരു ജോലി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എന്റെ കരിയർ എന്താവും ഫൈസലിന് അറിയാലോ. ചുമ്മാ കരയിലിടൂ. ദേ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. എന്തെങ്കിലും വേക്കൻസി ഉണ്ടോന്ന് എന്റെ വഴിക്ക് ഞാനും ഒന്ന് അന്വേഷിക്കാം. നമുക്ക് ശരിയാക്കാം. അതെ, എന്നോട് പരിപാടി കുറെ നേരമായാലും തുടങ്ങിയിട്ട്. ഇതൊന്നും ഇവിടെ പറ്റിയല്ല. വണ്ടി എടുത്ത് മാറ്റി പോ. എന്താ തന്റെ പ്രശ്നം? അതെ സാറേ, കാർ ഇവിടെ കൊണ്ടിട്ടുള്ള പരിപാടി ഇവിടെ നടക്കില്ല. എന്ത് പരിപാടി? ദേ അനാവശ്യം പറയരുത് കേട്ടോ. അനാവശ്യം കാണിച്ചത് സാറല്ലേ? ഞാനിപ്പോ കണ്ടോണ്ടല്ലേ. താൻ എന്ത് കണ്ടെന്നാ? സാറ് കൂടുതലൊന്നും പറയണ്ട. നമുക്ക് പോവാം. ഒരു ആണും പെണ്ണും കാറിനകത്ത് ഇരിക്കണ്ട. തനിക്ക് കളവല്ലേ? അത് വേണ്ട, അത് വേണ്ട. ദേഹത്തോട്ടുള്ള കളിയൊന്നും വേണ്ട സാറേ. നമുക്ക് ചോദിക്കാനും പറയാനൊക്കെ ആളുള്ളതാ. താൻ പോയി ഉണ്ടാക്കണോ? കാണിച്ചു തരാം. ഓ ഫൈസൽ വാ, നമുക്ക് പോവാം. ഫൈസൽ വാ, പോവാം.